എല്ലാ മാന്യ പ്രേക്ഷകർക്കും നാടോടി വിഷന്റെയും എന്റെ വകയും വിഡ്ഢിദിനാശംസകൾ. നാം ഓരോരുത്തരും തമാശയ്ക്കാണെങ്കിൽ പോലും സ്വയം വിഡ്ഢികളാവുകയും മറ്റുള്ളവരെ വിഡ്ഢികളാക്കുകയും ചെയ്ത ദിവസമാണല്ലോ ഇന്ന്. കേരളത്തിൽ നടന്ന ചില പ്രധാനപ്പെട്ട ഏപ്രിൽ ഫൂൾ കാഴ്ചകളാണ് ഇന്ന് നാടോടി വിഷനിൽ. രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് ഒരു നാട്ടിലെ കുറെ ആൾക്കാരെ പൈസയ്ക്ക് വേണ്ടി വിഡ്ഢികളാക്കിയ ഒരു കാഴ്ച കണ്ടിട്ട്, ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സുഗുണ, നീ പൊതി കണ്ടോ? ഈ കടലാസ് പൊതി ഞാൻ റോഡിനകത്തേക്ക് ഇടും. അതെന്തിനാണ്? എടാ നോട്ടാന്ന് പറഞ്ഞ് വലിയൊരു എടുത്തോണ്ട് പോകും. എടാ നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കിട്ട് നല്ല പേട വെച്ച് തരും. സുഗുണ, പൈസ എന്ന് പറഞ്ഞാൽ കമഴ്ന്ന് വരുന്നവരാ നമ്മുടെ നാട്ടുകാർ. ശരിയാ. പിന്നെ ഇന്ന് ഏപ്രിൽ പൂളല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ? ഞാനിടാ. നോട്ടാന്നും പറഞ്ഞിടുന്നതല്ലേ? അല്ല, ഇത് ആരുടെങ്കിലും ആണെങ്കിൽ കൊടുക്കാമല്ലോ. ഏപ്രിൽ ഫൂളായിട്ട് ഈ സംഭവം കൊള്ളാല്ലേ? നല്ല നേരം പോക്കും ഉണ്ട്. ചവി പോയല്ലേ? ഏപ്രിൽ പൂളായിരുന്നു. പേപ്പറാ, മൊത്തം പേപ്പറാ, പണമല്ല. ഏപ്രിൽ പൂളാ. ഏപ്രിൽ പൂൾ എന്ന് പറഞ്ഞാൽ വിഡ്ഢിദിനം. 4ാമത്തെ മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഏപ്രിൽ 1-ാം തീയതി വിഡ്ഢിദിനം. വിഡ്ഢിദിനം. അപ്പം ഞാനിപ്പോ വിഡ്ഢിയായി. നിങ്ങളോ? മാന്യന്മാർ. മാന്യന്മാർ. ഞാൻ വിഡ്ഢി. ഓക്കെ, അപ്പൊ അവൻ വിഡ്ഢി, നമ്മള് മാന്യന്മാർ. ഇത് കൊള്ളാല്ലേ? അടുത്ത ഉറുമ്പ്. ഏപ്രിൽ 1-ാം തീയതി ഒരെണ്ണം വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ കൊല്പിക്കാൻ വേണ്ടി പൊതി കൊണ്ടിട്ടാരാണ്? ഇത് ഏപ്രിൽ പൂള് ഞങ്ങൾ കൊണ്ടിട്ടാണ്. സുഗുണന്റെ ഐഡിയ, അവന്റെ ഐഡിയ. ഇല്ല, ഇതിനകത്ത് ശരിക്കും പൈസ ഇല്ല. മനുഷ്യൻ ചിരിക്കാൻ പറ്റും. അവന്റെ ഐഡിയ എന്ന് പറഞ്ഞില്ലേ? അത് നീ എന്തിനാണ് എന്നെ കുറ്റം പറഞ്ഞ? ഇവിടെ ഏപ്രിൽ പൂളായിട്ട് ആൾക്കാരെ കളിപ്പിക്കാൻ നിയമമുള്ളതല്ലേ, പിന്നെ ഇവനെന്തിനാ ഇത്ര വയലന്റ് ആകുന്നത്? അവന്റെ പോക്ക് കണ്ടില്ല. ഒരു കാര്യം ചെയ്യ്, ഇനി ഈ പരിപാടി വേണ്ട, മേല് നോക്കും.
നമുക്ക് അക്കരപ്പുറം പോയി ചീട്ട് കളിക്കാം. കൊണ്ടുപോ. അതാകുമ്പോ ആരും ദേഹം ഉപദ്രവിക്കത്തില്ലോ. എന്നോട് ഞാൻ അന്നേരം പറഞ്ഞല്ലേ. ഇവനൊക്കെ ഇത്ര കോമൺ സെൻസ് ഇല്ലേടാ? ഏപ്രിൽ ഫൂളായിട്ട് മനുഷ്യനെ കളിയാക്കാൻ നിയമമുള്ളതല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിഡ്ഢിയാക്കുന്നത് നമുക്കൊരു പക്ഷേ സുഖിച്ചേക്കും, ഇഷ്ടപ്പെട്ടേക്കും. എന്നാൽ നാം അറിയാതെ നമ്മെ പറ്റിക്കുന്ന ചില ആൾക്കാർ നമുക്ക് ചുറ്റിനുമുണ്ട്. ഒരു സർക്കാർ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്ന ഒരു സുഹൃത്തിനെ വിഡ്ഢിയാക്കിയ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നത്തെ ഏപ്രിൽ ഫൂൾ കാഴ്ച നമുക്ക് തുടരാം. അയ്യോ, ഞെക്കിയില്ല. ഏകാന്തതയുടെ മഹാതീരം ഏകാന്തതയുടെ അപാരതീരം സാറേ സാറേ ഓ നല്ല സുഖല്ലേ സാറേ? അതെ സൂചിച്ചു വരുമായിരുന്നു. എന്താണ് ഈ പൈസ ഒന്ന് ഇടണമായിരുന്നു. ഈ പൈസ ഒന്ന് ഇടണമായിരുന്നു, അതിന് വേണ്ടി വന്നാ. ഞാൻ പോക്കറ്റിലോട്ട് ഇട്ടു. അയ്യോ, സാറിന്റെ പോക്കറ്റിൽ ഇടാനല്ലേ, ഇത് വേറെ ആൾക്ക് കിട്ടേണ്ട പൈസ. അപ്പം ആ പുള്ളിയുടെ ഇതിനകത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നാ എങ്ങോട്ട് പോകണം? പൈസ ഇടാൻ വന്നു. ഊണ് കഴിക്കാൻ സമയമായി. താൻ പോയി പിന്നെ വാ. ഞാനെപ്പോ വന്നു? താനൊരു 2 മണിയാകുമ്പോ. ആണോ? എല്ലാരും പോകണോ? മേടി അല്ല, ഇല്ലല്ലേ, ഇവിടെ ബാങ്കിൽ വന്നപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വിശന്നിട്ട് അവരെല്ലാം കൂടെ ചോറിനാൻ പോയി. ആ, നീ വിശക്കുന്നുണ്ട്? ആ, അത് കഞ്ഞിക്കട വല്ലതും ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ നോർത്താ. ആ, നോക്കട്ടെ. ആ, ശരി. ആ, 1 മണിയായി. ഒന്നര കിലോമീറ്റർ നടന്ന് ഞാൻ പോയി കഞ്ഞി കുടിച്ചിട്ട് വന്നു. ഈ ബാങ്കിലെ ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല. അടി വരുമായിരിക്കും. എന്നാ വെച്ചോ. അടുത്ത റോക്കറ്റ് ഉണ്ടാക്കുവാണല്ലോ. ഇവിടെ റോക്കറ്റിൻ്റെ കളി കഴിഞ്ഞിട്ട് ഒരു കാര്യം നടക്കൂല. അതെ, ഞാൻ ആദ്യം വന്നായിരുന്നു. എന്നെ കടനാണോ? അല്ല പിന്നെ അതെ, താനിക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ എൻ്റെ പൊന്നെ വെച്ച് ഞാൻ എന്നോടൊന്നും ചൂടാണെന്നത്തെ. ഞാൻ എൻ്റെ അമ്മായിമ്മ പോലും എന്നോടൊന്നും ചൂടായിട്ടില്ല. ഞാൻ എന്നെ തെറ്റി ചെയ്താ? ഞാൻ എന്നെ തെറ്റിയിട്ട് എന്നോടൊന്നും ചൂടാണോ? അത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നല്ലേ. ഒരു നോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ബാങ്ക് കൊള്ളയടിച്ചോണ്ട് പോകാൻ വന്നല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്ന് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക്. ഭയങ്കര വലിയ ശല്യമായല്ലോ. മാനേജർ വിളിക്കുന്നു. എന്നെ എതിലേ വന്നേ? ചുറ്റിയാ? ഞാനൊരു രൂപക്കൂട്ടിലൊന്ന് കയറിയിട്ട് വരാം. എന്നാ സാറേ? ഇരിക്കൂ, പ്ലീസ് സിറ്റ് ഡൗൺ. ഇതെന്താ ഇത് മാർക്കറ്റോ? ഒന്നാമത് ബാങ്കിന് മാർക്കറ്റില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യം എന്ത്? അല്ല സാർ, ഞാൻ ഈ പൈസ തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരാരും ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ചെയ്യണേ? രാവിലെ കയറി വന്നുള്ള ഓരോരുത്തരും മനുഷ്യനെ മെനക്കെടുത്താൻ. മിസ്റ്റർ, അതിന് നിങ്ങൾ ചെല്ലാൻ പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പോകാൻ എന്നാ പൂരിക്കണ്ടേ? ഇവിടെ ചെല്ലാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണോ? നിന്നെ മാനേജർ വിളിക്കുന്നു. സാറേ, സാറിനെ ഞാൻ വിളിക്കുന്നു. നെറ്റും കിട്ടണല്ലോ ഇവിടെ. ഒരു വൈഫൈ മേടിച്ച് നോക്കാൻ പാടില്ല. അപ്പം അത് പൂരിപ്പിച്ചു കൊടുത്ത് വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഓരോന്നിനും അതിൻ്റെ രീതിയുണ്ട്. എന്താ സാറേ? ഇയാൾക്ക് ആ ചെല്ലാരെന്ന് എടുത്ത് കൊടുക്കും.
കൊട്ടേഷൻകാർ നോക്കും പോലെ നോക്കണം. വാട് ചെല്ലേ ഒരു താല്പര്യമില്ല സാറേ, അതാണ്. അത് പൂരിപ്പിച്ച് കൊടുത്തിട്ട് വേട്ടോ ചെല്ല്. വെറുതെ ബാങ്കിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം പരിപാടികളും അല്ലേ, എല്ലാം പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അല്ലേ. ഇതാണ് സംഭവം. ഇത് പൂരിപ്പിച്ചിട്ടില്ലല്ലോ, അവിടെ ഏൽപ്പിച്ചായി. അല്ല ഇത് ഞാൻ തന്നെ പൂരിപ്പിക്കണോ? ഞാൻ പൂരിപ്പിക്കണം. ഞാൻ പൂരിപ്പിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഈ പൈസ എൻ്റെ പോക്കറ്റ് കിടക്കുന്ന കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഞാൻ ആ പുള്ളിക്ക് ആ പുള്ളി വീട്ടിൽ കൊണ്ട് കൊടുത്തല്ലോ, ബസ്സിന് കയറിയാണെന്ന് കുഴപ്പമില്ല. കളിക്കാൻ പോവല്ലേ? അതെ, എന്താണ് ആ കൊറിയത്തെ തീറ്റ തന്നിട്ട് കിടക്കുന്ന ഗൗരാമേൻ്റെ മുഖം വെച്ചോണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എടാ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നാ ചോദിച്ചത്? ഞാനൊരു ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നാ. അത് എന്നോട് എന്തിനാ പറയുന്നത്? പിന്നെ ശരിക്കും അമ്മച്ചിക്ക് ഇവിടെ എന്നാ പണി? അമ്മച്ചിന്നോ? താൻ എന്താണോ എന്നെ വിളിച്ചത്? താൻ എന്ത് മനസ്സിലാക്കി? പാവാടക്കാരി, സ്മോൾ ഗേൾ മതിയോ? താൻ ആ സ്ത്രീയെ വെറുതെ പ്രകോപിതയാക്കാതെ പോകാൻ നോക്ക് കേട്ടോ. സാറേ അതല്ല, ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത് സാറിന് എത്ര അതിന്റെ ഇതിനകത്ത് കെട്ടോളായതുകൊണ്ട്. ആണോ? അല്ല പിന്നെ കുറെ താൻ നേരം എന്തെങ്കിലും പറയാനുണ്ട് എനിക്ക് ആ മാനേജരോട് പോയി പറ. പോടോ ആണോ? ഓ സാറേ ഞാൻ വരുവാ, ഒരു കാര്യം അവിടെ ഉണ്ട്. കൾച്ചറസ് ഫെലോ അല്ലേ? പുറത്തൊരു വിളിച്ചാൽ കുഴപ്പം, ഇവിടെ ഇരിക്കണോ? ചേച്ചിന്ന് വിളിച്ചാൽ കുഴപ്പം. ഇതെന്താ തന്റെ പ്രശ്നം? എന്താ കുറേ നേരമല്ല ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു? എന്താ സാറേ, ഞാനൊരു ലോണിന് വേണ്ടി വന്ന ഒരു വീട് വെച്ച് താമസിക്കണം. ഒരു ലോൺ തന്നു കഴിഞ്ഞാൽ ഒരു വീട് വെച്ച് താമസിക്കണം, അത്രേ ഉള്ളൂ കാര്യം. പ്ലാൻ ഉണ്ടോ തന്റെ കയ്യിൽ? ശിഷ്ടകാലം ആ വീട്ടിൽ ഭാര്യയും കുട്ടികളുമായിട്ട് സുഖമായിട്ട് കഴിയണമെന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. കൊള്ളാം, അത് നല്ല പ്ലാനാണ്. പിന്നെ അതല്ല ഞാൻ ചോദിച്ചത്, തന്നെ വീടിന്റെ സ്കെച്ചും പ്ലാനും ഉണ്ടോ? സ്കെച്ചും പ്ലാനുമില്ല സാറേ, ആധാരമുണ്ട്. ആധാരം കിട്ടിയിട്ട് ഞാൻ എന്താ പുഴുങ്ങി തിന്നാനോ? അല്ല ഇത് വെച്ചിട്ട് ഇത് ആധാരം കൊണ്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ കുറെ പേപ്പേഴ്സിന്റെ കാര്യം പറയും, ആ പേപ്പേഴ്സ് മുഴുവൻ ഇവിടെ ഹാജരാക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് തന്റെ എലിജിബിലിറ്റി എനിക്ക് ചെക്ക് ചെയ്യണം. തന്റെ എലിജിബിലിറ്റി എനിക്ക് ചെക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റൂ. എന്ത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. ഓ എൻ്റെ പൊന്ന് സാറേ, മീശം പഠിച്ച് ചില്ലുകുട്ടി കയറുന്ന തിരുവനന്തപുരം വൃത്തിയായിട്ട മനുഷ്യന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. എനിച്ചിട്ട് ഇത്ര നാളായി ഞാൻ അങ്ങനെ ആരും എൻ്റെ അങ്ങനെ ചെക്ക് ചെയ്തിട്ട്. അതല്ല അല്ലല്ല സാറ് മീശയൊക്കെ പഠിച്ചിട്ട് സാറിൻ്റെ നോട്ടം തന്നെ ശരിയില്ലായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ സാറിൻ്റെ നോട്ടം എന്നാ മാനേജരാണ്, ഒരു മാനേജറിന് ചേർന്ന പരിപാടിയാണ് ഇപ്പോൾ പറഞ്ഞത്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല സാറ് അങ്ങനെ ഞാൻ ഇതുവരെ ആരെയും കാണിച്ചിട്ടുള്ളത്. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്റെ രേഖകൾ എനിക്ക് ചെക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് താൻ ലോൺ തരാൻ പറ്റുള്ളൂ. താൻ ഈ ലോണിന് പ്രാപ്തനാണോ എന്ന് എനിക്ക് അറിയണ്ടേ? അതാണ് എലിജിബിലിറ്റി, മനസ്സിലായോ? അതാണോ? സോറി. അപ്പൊ തനിക്ക് ലോൺ വേണം. എന്താ പിന്നെ എന്തെല്ലാം പേപ്പർ വേണം? എന്തെല്ലാം പേപ്പർ വേണമെന്ന് പറഞ്ഞാലേ മെയിനായിട്ട് ആധാരം വേണം. ഇതിന്റെ മുന്നാധാരം, പിന്നാധാരം, കരടച്ച രസീത്, പോക്ക്, വരവ്, തിരിച്ചുവരവ്, അങ്ങനെ കുറെ തിരിച്ചടവ്, അതെല്ലാം വേണ്ടി വരും. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ നമ്മുടെ ഈ കൈ എല്ലാം നമ്മുടെ സ്വന്തമാണ്, എല്ലാം എന്റെയാണ്. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കൈവശാവകാശ രേഖ. അത് അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യം. ഞാൻ അവിടെ ഇരിക്കാം, സാർ ഇവിടെ ഇരിക്കും. അവിടെ അപ്പൊ ഇത്രയും രേഖകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അപ്പൊ ഇത്രയും പേപ്പറും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിച്ച് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ലോൺ കിട്ടുമോ? ലോൺ കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഇത് സർക്കാർ ബാങ്കാണ്, കിട്ടിയാ കിട്ടി. ഒരു സർക്കാർ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്ന യുവാവിനെ ഡോക്യുമെന്റ് ചോദിച്ച് വിഡ്ഢിയാക്കിയ കഥ കണ്ടല്ലോ. ഇതേ ആൾ തന്നെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ലോൺ ചോദിച്ചു എന്ന സംഭവം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അതെ ഇപ്പൊ നിങ്ങൾ ഒരു ലോണിന്റെ കാര്യം അറിയാൻ വേണ്ടി വന്നു. ഹലോ, സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സാർ എന്തെങ്കിലും പറഞ്ഞോ? അല്ലല്ല, അവിടെയല്ല, താങ്കളെ ഉദ്ദേശിച്ചു. സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അച്ഛാൻ ഹലോ, ഗ്രാൻഡ് മീറ്റ് യു. അച്ഛനല്ല, ഞാൻ ഇതിന്റെ മാനേജറാണ്. സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, ഞാൻ ഒരു ലോണിന്റെ കേസ് ഇങ്ങളോട് പറയുമായിരുന്നു. ഒരു ലോണൊന്ന് ഓക്കെ നമുക്ക് റെഡിയാക്കാം. സാറിന് കുടിക്കാൻ ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും? അല്ല, അപ്പൊ അങ്ങനെ ഒന്നും വേണമെന്നില്ല. ഈ ലോണൊന്ന് കിട്ടിയാൽ മതിയേ. എല്ലാം റെഡിയാക്കാം. അല്ല സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ,
സാറിന് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. എനിക്ക് മറ്റേ ഇതുപോലെ ചില്ലിട്ട് തണുത്ത ബാങ്കിലില്ല. എനിക്ക് മറ്റേ അയൽക്കൂട്ടത്തിലുള്ളൂ, ശാസ്ത്ര സംഘത്തിന്റെ. ഓക്കെ സാറ് റിലാക്സ് ചെയ്യൂ, എന്തിനാ വിഷമിക്കുന്നത്? നമുക്കെല്ലാം ഓക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ സാർ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടത്? സാർ ഒന്നും ചെയ്തു തരണ്ട, എല്ലാം ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നീന ഫുൾ ഡീറ്റെയിൽസ് സാറിന് തരും, അതങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നീന കൂടെ വരും. ഡീറ്റെയിൽസ് പറയണ്ടേ? ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ലോൺ എടുത്ത് സൂപ്പർ ആകാം. ഓക്കെ ഓക്കെ നീന കാര്യം. ഓക്കെ, അപ്പൊ ഈ ലോൺ എങ്ങനെയാ നമ്മളത് എങ്ങനെ അവിടെ ആരെങ്കിലും ഉണ്ടാവും? ഒത്തിരി ആൾക്കാർ ഉണ്ടായിരുന്നു. സർ ഏത് ടൈപ്പാണ് വേണ്ടത്? എന്നാ അല്ല, ആക്ച്വലി ലോണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഗോൾഡ് ലോൺ ഉണ്ട്, പിന്നെ ഹോം ലോൺ ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്. സാറിന് ഇതിൽ ഏത് ലോണാണ് വേണ്ടത്? അതെ, എനിക്ക് പെണ്ണുമ്പുള്ള വീട്ടിൽ നിന്ന് ഒരു 15 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു കുഞ്ഞു വീട് വെക്കാനായിട്ട് ഒരു ലോണാണ്. അപ്പൊ ഹോം ലോണാണ് വേണ്ടത്. അല്ല, അപ്പൊ അതെ ഒരു സംശയം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആധാരം കയ്യിലുണ്ട്. അപ്പൊ ഇനി വേറെ പേപ്പർ വല്ലതും വേണോ? സർ ആധാർ ഉണ്ടല്ലോ, സോ നമുക്ക് വേറെ പേപ്പറിന്റെ ഒന്നും ആവശ്യം അധികം വരില്ല. ആധാരം ഉണ്ടെങ്കിൽ പിന്നെ വേറെ പേപ്പർ വേണ്ട. വരില്ല. പിന്നെ ഈ ഹോം ലോണിന്റെ ഡീറ്റെയിൽഡ് ഒക്കെ പറയുന്നത് സുജിത് സാറാണ്. സാർ എല്ലാം പറഞ്ഞു തരും. ഇതിലൊട്ടും ടെൻഷൻ വേണ്ട സാറ്, ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രോസസ്സിംഗ് ചെയ്ത് അങ്ങ് തരുന്നതാണ്. ലോൺ നമ്മുടെ ബാങ്ക് പെട്ടെന്ന് കൊടുക്കുന്നത്, ഏറ്റവും പെട്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ ലോൺ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഹോം ലോൺ ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ആധാരം ഉണ്ടെന്നല്ലോ? ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഡീറ്റെയിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. പ്ലീസ് വരൂ സാർ, ഞാനൊരു ഡീറ്റെയിൽ ഒന്ന് വരച്ച് കാണിച്ചു. അപ്പുറത്തേക്ക് സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് 100% ഷുവർട്ടി ഇവന് വഴികാട്ട്. അത് ഓക്കെ, അപ്പൊ നമുക്കത് ഡീൽ ചെയ്തു. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. പ്രൈവറ്റ് ബാങ്കുകാർ ഷട്ടേന്ന് ലോൺ കൊടുത്തെങ്കിലും തിരിച്ചടവിലെ തിരിമറിയിൽ ആ പാവത്തിനെ പ്രൈവറ്റ് ബാങ്കുകാർ ഈ യുഗത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാക്കി ഒരു സെന്റിമെന്റ് ട്രാക്കിലേക്ക്. വൈദേഹി പോകയായി വനവാസകാലമായി. വൈദേഹി പോകയായി വനവാസകാലമായി. രാമരാജധാനി വീണ്ടും ശൂന്യമായി വിമുഖയായി സരയൂ നദി. അലയും കാറ്റിൻ ഹൃദയം അരയാ കൊമ്പിൽ തേങ്ങി ഓല പുടവത്തുമ്പിൽ പാടം കണ്ണീരൊത്തി. പാവല്ലേ, തിരിച്ചടവിൽ ചില പിഴവുകളൊക്കെ സംഭവിച്ചു, സത്യം. പിന്നീട് ഇയാൾ അടിച്ച പൈസകൾ ഒന്നും തന്നെ മുതലിൽ ചെന്ന് ചേർന്നില്ല. ഇരവലഞ്ഞിപ്പുട അപറിക്കടലിൽ ചെന്ന് ചേർന്നതുപോലെ പിന്നീട് ഇയാൾ അടച്ച പൈസകളെല്ലാം തന്നെ പലിശ ഇനത്തിൽ പോവുകയായിരുന്നു. ഒരു കടല് പോലെ. ക്രിക്കറ്റും കളിച്ച് ഫ്ലൈറ്റിൽ കറങ്ങി ബിയറും കുടിച്ച് കോടികളുടെ കടബാധ്യത ഉണ്ടാക്കുന്ന ചില മാന്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവരെ ഒന്നും ഒരു ഗവൺമെന്റിനും ഒരു കോടതിക്കും ഒരു ബാങ്കിനും ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒരു പാവപ്പെട്ടവൻ 10,000 രൂപയുടെ വെറ്റക്കൃഷിക്ക് ലോൺ എടുത്താൽ അവന്റെ വീടും സേഫ്റ്റി ടാങ്കും ഉൾപ്പെടെ ജപ്തി ചെയ്യുന്ന ബാങ്കുകാരാണ് നമുക്കിടയിലുള്ളത്. ഇനി ഈ നാടോടി വിഷന്റെ വിഡ്ഢിദിന എപ്പിസോഡിൽ
സ്വന്തം ഭാര്യയെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ച് സ്വയം വിഡ്ഢിയായ ഒരു ഭർത്താവിന്റെ കഥ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞെക്കിയില്ല. രമേ പിണങ്ങല്ലേ, രമേ രമേ പിണങ്ങല്ലേ, രമേ രമേ പിണങ്ങല്ലേ, രമേ രമേ പിണങ്ങല്ലേ, രമേ പിണങ്ങല്ലേ. രമേ സത്യമായിട്ട് നിന്നെ ഫൂളാക്കാൻ വേണ്ടി ചെയ്തല്ല, നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്നോടൊന്നും മിണ്ടണ്ട. അങ്ങനെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ പറയല്ലേ രമേ, അങ്ങനെ പറയല്ലേ. ഇനി മേലാൽ നിന്നെ ഞാൻ ഫൂളാക്കാൻ നോക്കത്തില്ല. നിന്റെ അമ്മായിയമ്മയാണ് സത്യം. എന്ത്? അയ്യോ, നിന്റെ അമ്മായിയമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയാണ്. ആ, അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത്. ഇല്ലേ? എന്നാ നിന്റെ അമ്മയാണ് സത്യം. ഏപ്രിൽ ഫൂൾ എന്നല്ല, നിങ്ങളുടെ ഒപ്പം കൂടിയ അന്ന് മുതൽ ഞാൻ ഫൂളാവാൻ തുടങ്ങിയതാ. മടുത്തെനിക്ക്. രമേ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ആണ്ടെ, നിന്റെ പിണക്കം മാറ്റാൻ നമുക്കൊരു റെസ്റ്റോറന്റിൽ പോയാലോ? ഏത് റെസ്റ്റോറന്റില്? റോയൽ ഹട്ടിൽ പോം. അവിടെ കുറെ നാടൻ ഫുഡ് കിട്ടും. നിനക്ക് സന്തോഷമാകും. ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടും. എന്തൊക്കെയാ കിട്ടുന്നെന്ന് അറിയാമോ? എന്തൊക്കെയാ കിട്ടുന്നത്? ഞണ്ട്, കോഴി, താറാവ്, പൊറോട്ട, ചിക്കൻ, മട്ടൻ, ബ്രെഡ്, ഓംലെറ്റ് എല്ലാ ഐറ്റം കിട്ടും. മാഡത്തിന് എന്താണ് വേണ്ടത്? ഓഹോ, അപ്പൊ ഞാനില്ലാതെ നിങ്ങൾ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടല്ലേ? എവിടെ? ആര് പറഞ്ഞു? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ അവിടെ നല്ല ഫുഡൊക്കെ കിട്ടുന്നു. കൊള്ളാൻ പെരുങ്കൊള്ളാൻ. രമേ, നീ ഇല്ലാതെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഞാൻ പോയിട്ടുണ്ടോ? ഇതൊക്കെ എന്റെ കൂട്ടുകാർ പറഞ്ഞ അറിവല്ലേ. നീ എന്താണ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? വാ, നമുക്ക് പോകാം. ഞാൻ വരാം, പക്ഷെ എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? നീ പറയുന്നത് എന്ത് ഞാൻ മേടിച്ചു തരും. ഇങ്ങനെ പിണങ്ങി നിൽക്കാതെ വേഗം ഒന്ന് റെഡിയാകും രമേ. ഓ ചെല്ല് ചെല്ല്, ഒരുങ്ങി റെഡിയായി. തൊടണ്ട, ഞാൻ പൊക്കോളാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹോട്ടല്. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്നാണ് എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞേക്കുന്നത്. സാർ, 2-3 ദിവസമായല്ലോ കണ്ടിട്ട്. താനാരോടോ? തന്നെ എനിക്കറിയത്തില്ലല്ലോ. ചേരാത്ത ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിട്ടും അത് ഇതും പറയുന്നു. നിങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സെക്യൂരിറ്റിയെ തിരിച്ചറിഞ്ഞല്ലോ. എന്റെ രമേ, എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുത്. ഞാൻ ഇവിടെ വന്നിട്ടില്ല. അയാൾ കള്ളം പറയാണ്. ഉറക്കോളം ചവന് വെളിവില്ലാതെ ഓരോന്ന് വായത് പിച്ചും പേയും പറയുവാന്ന്. സത്യം പറ, എന്നെ കൂട്ടാണ്ട് ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എന്റെ രമേ, എന്തായത്? ഞാൻ വന്നിട്ടില്ല. നിന്റെ അമ്മായിയമ്മയാണ് സത്യം. മതി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കേട്ടോ? ഇത്രയും നല്ല ഹോട്ടല് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ? ആവോ, ഞാൻ ആദ്യമായിട്ടാണ്. എന്താന്ന് വെച്ചാ ഓർഡർ ചെയ്തു. ഗുഡ് ഈവനിങ് സാർ. ഈവനിങ്. ഗുഡ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓർഡർ? അയ്യോ, ഓർഡർ ഒന്നും ഞാൻ ചെയ്യില്ല. ഓർഡർ എല്ലാം ചെയ്യുന്ന അവിടെയാണ്. ഞാൻ എല്ലാം അനുസരിക്കത്തേ ഉള്ളൂ. ഈ ഫുഡിന്റെ ഓർഡറിന്റെ കാര്യം എല്ലാം എല്ലാം അവിടെയാണ്. ഞാൻ അനുസരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയാം. പറഞ്ഞു കൊടുക്കുമോളൂ. എനിക്ക് 2 ചപ്പാത്തി, പാറ്റി, ഒരു ചില്ലി ചിക്കൻ, ചിക്കൻ ചില്ലി, പിന്നെ ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ. ഡ്രൈ ഫ്രൈ. ചിക്കൻ ഡ്രൈ. ചേട്ടൻ പറയാനേ. എനിക്ക് പാപ്പവും പാലും വെള്ളവും. എന്താ ചേട്ടാ ഇത്? എന്നാൽ പൊറോട്ടയും ബീഫും. പൊറോട്ടയും ബീഫും ഇങ്ങനെ കഴിക്കില്ല ചേട്ടാ. ചേട്ടന്റെ വയറ് ചാടുന്നത് കണ്ടില്ലേ? ആണോ? നിർത്തി. മോള് പറഞ്ഞു ഇനി മേലും ഞാൻ കഴിക്കില്ല. പൊറോട്ടയും ബീഫും വേണ്ട, കട്ട്. അപ്പൊ ഇനിയിപ്പോ വേറെ പിന്നെ എനിക്ക് ജ്യൂസ് വേണം. ജ്യൂസോ? ഏത് ജ്യൂസ്? ജ്യൂസ് അല്ല, ജ്യൂസ്. ജ്യൂസ് വേണം. ഒരു ഫ്രഷ് ലൈൻ. ഫ്രഷ് ലൈൻ. ഫ്രഷ് ലൈൻ. സാറിന് ജ്യൂസ് ഒന്നും വേണല്ലോ, സാറിന് ബിയർ അല്ലേ? ബിയറോ? ഞാനോ? പിന്നെ സാർ വോട്ട് നിർത്തിയതിനു ശേഷം ബിയർ അല്ലേ തുടങ്ങിയത്? നിന്നോട് ചോദിച്ചതല്ല. ബിയർ വേണമെങ്കിൽ പറയണം. ബിയർ വേണമെന്ന് വോട്ട് നിർത്തിയത്? അതിപ്പോ ഓർഡർ ചെയ്ത സാധനം എടുത്തോണ്ട് പോവാ. ബിയർ നിർത്തിയത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ബിയർ ഞാൻ പറഞ്ഞൊക്കെ പോകാനാ പറഞ്ഞത്. ഓർഡർ ചെയ്ത സാധനം മര്യാദക്ക് എടുത്തോളൂടാ. ഞാൻ ബിയർ കഴിക്കും പോലും ഒരു ദേഷ്യം വരത്തില്ലേ? വന്നു. ആ, അത് ശരി. അപ്പൊ ഈ ഹോട്ടലിൽ വരുന്നതും പോരാഞ്ഞിട്ട് വെള്ളടിയും തുടങ്ങിയല്ലേ? എന്നിട്ട് എന്നോട് എന്താ പറഞ്ഞത്? ഒരു തുള്ളി പോലും കഴിക്കാറില്ലെന്ന്. ചതിക്കായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളുടെ ഫുഡും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. ഇന്ന് തന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയേക്കണം. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ദ്രോഹി രമ്യ, പെടുങ്ങി പോകരുത്. നിക്കവിടെ രമ്യ. രമ്യ, നീ ഇതവിടെ പോകുന്നു. രമ്യ അവിടെ നിൽക്ക. നീ ഇതങ്ങോട്ട് പോവാ.
നിങ്ങൾ ഇനി എന്നോട് ഒരു അക്ഷരം പോലും മിണ്ടരുത്. നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. കാര്യങ്ങള് രമേ അങ്ങനെ പറയല്ലേ, സത്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിന്റെ അമ്മായി ഇത്രയും നേരം ഞാൻ മര്യാദക്ക് സംസാരിച്ചത്, ഇനി എന്നെ മാനിക്കണം കേൾക്കണോ? പ്ലീസ്, 1-2 തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അല്ലറ ചില്ലറ 3-4 മദ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയും ഞാനിത് ആവർത്തിക്കത്തില്ല. നിന്നാണ് സത്യം. രമേ, എന്നോട് ക്ഷമിക്കൂ. രമേ, ഇന്നു മുതൽ നീ എന്റെ വെറും രമയല്ല, പിന്നെ നീ എന്റെ ബാലരമയാണ്. എന്താ? നീ എന്റെ എല്ലാമാണ്. എന്നോട് ക്ഷമിക്കൂ രമേ. മതി മതി, എഴുന്നേക്ക്. ക്ഷമിച്ചോന്ന് പറ. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. എന്നോട് പിണക്കമെല്ലാം മാറിയോ? എന്തായാലും ചെയ്ത തെറ്റൊക്കെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ക്ഷമിച്ചിരിക്കണം. പക്ഷെ ഇനി എന്നോട് നുണ പറയോ? ഇല്ല, ഞാൻ നിന്നാണ് സത്യം. വേണ്ട. ഇല്ല, പറയില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. എന്നാ വാ, നമുക്ക് ഫുഡ് കഴിക്കാം. അയ്യേ, അവിടെ പോകണ്ട. ഇതിനേക്കാൾ നല്ല ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാം. വേറെ ഹോട്ടലിൽ പിണക്കൊക്കെ മാറിയോ? ഇത്രയും താമസിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ശരിയാ, നമ്മുടെ വണ്ടി കൊണ്ട് വന്നാൽ മതിയായിരുന്നു. അതിനത് സർവീസിന് കൊടുത്തേക്കല്ലേ. ആട്ടെ, പിണക്കമൊക്കെ മാറി. നമുക്ക് ഇവിടെ നമുക്ക് വേറെ പോയി നല്ല ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാം. ഒന്നും കാണുന്നില്ല ചേട്ടാ, സൂക്ഷിച്ച് കയറും മോളെ. സാറേ, ഇത് അന്ന് വന്ന സാധനമല്ലോ. അല്ല, പുതിയ സാധനമാണല്ലോ. അടിപൊളിയാണ്ടാ, ഇത് തകർക്കൂന്നല്ലേ? കണ്ടില്ലയോ, ഈ വർഷം ഇതുപോലെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വിഡ്ഢിയായ ഒരു ഭർത്താവും കാണില്ല. സത്യം. നെക്സ്റ്റ്, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ചില ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ. ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് വിഡ്ഢിയായ ഒരു മഹത് വ്യക്തിയുടെ മഹത് കഥ കണ്ടിട്ട് നമുക്ക് മഹത് തിരിച്ചു വരാം. നല്ല സാധനം. എന്നാ സാധനം ഇത്? വില കൂടുതലല്ലേ, ഓർഡർ ചെയ്യായിരുന്നു. ഇത് കൊള്ളാം. രാവിലെ തന്നെ തുടങ്ങി. എൻ്റെ പൊന്നു ചേട്ടാ, 24 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ ഈ ഫോണിൻ്റെ അകത്ത് കയറി ഇരുന്ന് എന്ത് ചെയ്യും? ഇതിന് മാത്രം ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഈ ഫോണിനകത്ത് ഓൺലൈനിലേ എന്തെല്ലാം സാധനങ്ങളാണ് നോക്കിയത്. കണ്ടാ, എല്ലാം വിലക്കുറവാ. എനിക്ക് ഞാൻ ചുരിദാർ ഓർഡർ ചെയ്യട്ടെ? എനിക്ക് ചുരിദാറൊന്നും വേണ്ട. ഇങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്ത് ദിവസം എന്തുമാത്രം പൈസയാണ് നിങ്ങൾ ഈ കളയുന്നത്? എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വേണ്ടിയാണോ? എൻ്റെ വീടിന് വേണ്ടിയില്ല സാധനങ്ങൾ മേടിക്കുന്നത്. ഒരു ദിവസമേ ഞാൻ ഇതെല്ലാം കൂടെ പെരക്കി കൂട്ടി വല്ല ആക്രിക്കാരനും കൊണ്ടുപോയി കൂടി കൊടുക്കും. എക്സ്ക്യൂസ് മീ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. സുജിത് രാമൻ. ഞാൻ ഒരു ഒപ്പിടണേ, പാഴ്സൽ കിട്ടിയെന്നുള്ളതിൻ്റെ. പിടിച്ചാടി. എൻ്റെ ഒപ്പ് ഷൂ എന്നാ കേട്ടോ. ഓ, പേര് ഒപ്പും എല്ലാം. സാധനം വന്ന് കണ്ടോ? എടി കണ്ടോണം. ഇനി ഇതിൻ്റെ അകത്ത് എന്താണ്? എടി പൊക്കം വെക്കാനുള്ള മെഷീൻ. എടി നാട്ടിലിറങ്ങുമ്പോഴേ ചിലവന്മാരെന്നെ കാണുമ്പോൾ കുള്ളാന്ന് വിളിക്കുക തന്നെ. അത് സത്യമല്ലേ? പറഞ്ഞേക്കാം കേട്ടോ. അവന്മാരുടെ മുമ്പിലേ ശകലം ഞെളിഞ്ഞൊന്ന് നടക്കണം. അതിനുള്ളത് മെഷീനായത്. അതിന് ഇത് എങ്ങനെ പൊക്കം വെക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നീ കണ്ടോണം. നീ ശരിക്കും ഇതിന്റെ യഥാർത്ഥ വിലയെ 5750 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ 15000 രൂപയാണ്. ഇത് വരുന്നുണ്ട്. നീ ആ ഫ്ലഗ് ഇതൊന്നും എടുത്ത് വെക്കുക. നമുക്ക് ഫ്ലഗ് കുത്തിയിട്ട് കയറി നിൽക്കുന്ന മെഷീനാ. ഇതെന്ത്? ഇതിലൊരു ലെറ്ററും ഉണ്ട്. ലെറ്റർ പിടിച്ച ഇത് പിടിച്ച എന്നാ ലെറ്റർ? എൻ്റെ 5750. പ്രിയ സുഹൃത്തെ, ഈ ഇഷ്ടിക വെച്ചിട്ട് അതിൽ മുകളിൽ കയറി നിന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിലും 3 അടി പൊക്കം ഒറ്റയടി കൂടുതലാണ്. ബെസ്റ്റ് വിഷമം.
ഓൺലൈൻ പർച്ചേസിലൂടെയും ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയും ഇങ്ങനെ വിഡ്ഢികളാകുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇത് ചില വ്യക്തികളുടെ പ്രശ്നമാണെങ്കിൽ വർഷങ്ങളായി ഒരു ജനതയെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ജല അതോറിറ്റി സാറന്മാര് നടു റോഡ് വെട്ടിപ്പൊളന്ന് പൈപ്പിടുന്നു, ഒട്ടിച്ചു കഴിഞ്ഞ് പൊട്ടുന്നു, ചീറ്റുന്നു, പൂത്തിരി കത്തുന്നു, റോഡിൽ ഒട്ടിച്ച് ഇങ്ങനെ പൊട്ടിക്കാനാണെങ്കിൽ എന്തിനാണ് സാർ ഇതിങ്ങനെ ഒട്ടിക്കുന്നത്? ഇത് എന്നും നേരെയാകും എൻ്റെ ജലദേവന്മാരെ. ഗംഗാ യമുന സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. ഗംഗാ യമുന സംഗമ സമതല ഭൂമി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധി കണ്ടുപിടിക്കാൻ എന്റെ പെണ്ണെ അത് കുടം കണ്ടുപിടിക്കാൻ പാടാണ്. വീട് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ ദുരിതമാണെന്ന്. അയ്യോ അതാണ് എന്റെ മോൾ. ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. ഞങ്ങൾ എവിടെ ചെന്ന് പറഞ്ഞാലും അവിടെ പോട്ടൽ ഇവിടെ ചീറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഞങ്ങൾ കുടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ വെള്ളത്തിന്റെ ഒരു ദുരിതം കാരണം ഒരു പെങ്കൊച്ചിന്റെ പെണ്ണുകാണൽ ചടങ്ങ് പോലും ഇവിടെ വെച്ചാണ് നടക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. നമസ്കാരം. ചെറുക്കനെ കാണുമ്പോൾ പരിചയപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് ചടങ്ങ് നമുക്ക് ഇവിടെ വെച്ച് നടത്താതെ വീട്ടിൽ വെച്ച് നടത്തരുതോ? അയ്യോ അത് പറ്റത്തില്ല. നമ്മളെല്ലാരും കൂടെ വീട്ടിലോട്ട് പോകുമ്പോഴായിരിക്കും വെള്ളവും വണ്ടി വരുന്നത്. അപ്പൊ പിന്നെ അതേ നേരെയൊക്കെ തെറ്റും, ആകെ പ്രശ്നമാവും. നമുക്ക് ആ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്താം. ചെറുക്കനെ പെണ്ണിനെ ഒന്ന് കാണണമെന്ന്. അയ്യോ അതിനെന്താ, വിളിക്കട്ടെ മോളെ. വാ. എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ഇതെന്താ ഗ്ലാസിന്റെ 2 പൊതി? ഇത് തേയിലപ്പൊടി, ഇത് പഞ്ചസാര. ഇതിലൊഴിക്കാനുള്ള വെള്ളം വേണമെങ്കിലേ അതിനുള്ള വെള്ളം വണ്ടി വരണം, എന്നാലേ ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എടു പതുക്കെ തന്നെ തൊണ്ടേ കുരുങ്ങി കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത രാജ്യം ഇത്. വെള്ളം വണ്ടി വന്നടി. വർത്താനം പറയാൻ അവള് കുടത്തിലടിക്കല്ലേ പോയി. ചെറുക്കൽ സംസാരിക്കാനുണ്ടെന്ന് പരിചയപ്പെട്ടോ? എന്റെ പേര് സുരേഷ്. വെള്ളം പിടിക്കുന്ന പാത്രം എടുത്തോട്ടോ വെള്ളം. വെള്ളം വെള്ളം സർവത്ര വെള്ളം, എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇത് വെള്ളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യം, റോഡ്, ഗതാഗതം, വിദ്യാഭ്യാസം, സർവ്വ മേഖലകളിലും നമ്മൾ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാടോടി മിഷന് ഒന്നേ പറയാനുള്ളൂ, ഏപ്രിൽ 1 എന്നുള്ളൊരു പ്രത്യേക വിഡ്ഢിദിനത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ദിവസവും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നു. ദിവസം പെങ്ങളെ ഒരു ലോണിന്റെ കാര്യം അറിയാൻ വേണ്ടി സാറേ, ഇത് അന്ന് വന്ന സാധനമല്ലോ, അല്ല പുതിയ സാധനമാണല്ലോ. അടിപൊളിയാണ്ടാ, ഇത് തകർക്കുന്നല്ലേ? വൈദേഹി പോകയായി വനവാസകാലമായി. ഇതെന്ത് ഈ ഇഷ്ടിക വെച്ചിട്ട് അതിൽ മുകളിൽ കയറി നിന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിലും 3 അടി പൊക്കം ഒറ്റയടി കൂടുന്നതാണ്. ഇന്ന് വിഡ്ഢികളായവർക്കും നാളെ വിഡ്ഢികളാകാൻ പോകുന്നവർക്കും ഒരിക്കൽ കൂടി നാടോടി മിഷന്റെ വിഡ്ഢി ദിന
ആശംസകൾ.